അച്ചാറ് തിന്നപ്പോഴുള്ള ആക്ഷനാണ്. ഞാൻ വിചാരിച്ചത് കരണ്ടും കമ്പി നാകുമ്പോ കണ്ടയച്ചാന്ന്. ഷോക്ക് അടിച്ചിട്ട് എന്താണ് ആ ഒരു ആക്ഷൻ? എന്റെ പൊന്നോ പൊന്നെ, ഇതിന്റെ ബിഹൈൻഡ് സീന് കുറച്ച് കാണണം. നിങ്ങളൊന്ന് കാണിങ്ങള്. എന്ത് കുറച്ചുകൂടെ സാധനം വരട്ടെ? എന്ത് സാധനം വരണ്ടേ? ഈ മോന്തേമ അത്രക്കെ തന്നെ വരുള്ളൂ, അതിന് മോളിക്കൊന്നും വരാനില്ല. ഇയാൾക്ക് രൗദ്രഭാവം ഉണ്ട്, പിന്നെ ഒരു കലിപ്പ് ഭാവം, പിന്നെന്താ ഈ ഒരു വികാരഭാവം, വേറൊന്നുമില്ല. തൊട്ടപ്പുറത്ത് നിൽക്കുന്നതിന് ഒരു ഭാവം ഇല്ല, അഹംഭാവം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കുറച്ചുകൂടെ എന്നുള്ള വാക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ടോണ്ടിരിക്കും. കാരണം ചേച്ചിക്കൊന്നും പറയാനറിയില്ല. ഭാവം എന്താണ് പറയിപ്പിക്കേണ്ടത്, എന്താണ് ചെയ്യിക്കേണ്ടത്, ഒരു ബോധവും ഇല്ല. ബാക്കി ഇതെന്താടാ പട്ടിണി കിടന്നവന്റെ മുന്നിൽ ബിരിയാണി കൊണ്ടച്ച പോലെ? അയ്യേ ഇതാണാ നിന്റെ അഭിനയം? മ്ലേച്ഛകരം. ഇല്ല, കുഴപ്പമില്ല. ഇനി റൊമാൻസ് കൊടുക്കണേ രണ്ടുപേരും. അവിടെ കളി ഷോപ്പിൽ ആരും ഇല്ല. ആ സംഭവം റൊമാൻസ് ആണത്. കള്ള് ഷാപ്പിൽ ആരുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ, റൊമാൻസ് കൊടുക്കണേ. ഇവറ്റ രണ്ടിപ്പോ എന്ത് ഭാവം കാണിക്കാതെ അട്ടം നോക്കിയിരിക്കുക. കള്ള് കുടിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ആളിങ്ങനെ ആവുന്നത്. ആ കള്ളു കുടിച്ച് ഉടനെ തന്നെ അച്ചാറ് വെക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ കള്ളു കുടിക്കുമ്പോ പച്ചവെള്ളം കുടിക്കണല്ലേ, അച്ചാറ് വെച്ചപ്പോ ഷോക്ക് അടിച്ച പോലെ. അല്ല പിന്നെയും അടിപൊളി. കുറച്ചുകൂടെ ചേച്ചി, കുറച്ചുകൂടെ. എന്താണ് സംഭവം മനസ്സിലായില്ല. അവനെന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്താ കുശു എന്ന് കേട്ട്. കള്ള് ഷാപ്പിൽ നിന്നുള്ളൊരു സീനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടതിന്റെ പൊന്നെ. അഭിനയ കുലപതി എന്നൊക്കെ പറഞ്ഞ അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് വെക്കേണ്ടി വരും. രണ്ടല്ല കിടിലൻ ആക്ടേഴ്സ് ആണ് കേട്ടോ. ബാക്കിയൊന്ന് കണ്ടോക്കി. കുറച്ചുകൂടെ ചേർത്ത് പിടിച്ചേ. ആ ചുണ്ടിലൊന്നോട്ടെ, കണ്ണിലോട്ട് നോക്കിക്കേ, ഇടുപ്പി ചേർത്ത് പിടിക്കേ. ആ നെറ്റിക്ക് രുമ്പ കൊടുത്തേ, നെറ്റിയിലും കൂടെ കൊടുക്ക. അങ്ങനെ കൊടുത്തു പോട്ടെ, ചേർത്ത് പിടിക്ക്. ദാസേട്ട് കുറച്ചുകൂടെ റൊമാൻസ് ഇട്ടെ, കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ വാങ്ങിട്ടൊരു സാധനം നല്ലത്. അയാളുടെ മുഖത്ത് അത്രേ ഭാവമുള്ളൂ. പിന്നെ താടിയൊക്കെ പഠിച്ചിട്ട് ഇവിടെ എഴുതണ്ടേ റൊമാൻസ് ആണ് കാണിക്കണേ എന്നുള്ളത്, അല്ലാതെ ഒരു തേങ്ങാക്കൊലി എന്നുള്ളതാ. അയാള് വലിച്ചു പിടിച്ച് പീച്ചി എന്റെ പൊന്നെ. അത് കൂടാതെ ചുണ്ടിലൊന്ന് തൊട്ടേ എന്ന് പറഞ്ഞപ്പോ അതവിടെ, ഉമ്മ വെക്കിന്ന് പറഞ്ഞപ്പോ അതവിടെ. പതുക്കെ അങ്ങ് വന്നാ പോരെ. നിങ്ങൾ എന്തിനാ ഡേ കയറുന്നത്? അയാളെ ഫുള്ള് മൂടാപോയി. അയ്യേ ചേച്ചി ദാസന്റെ ഇപ്പുറത്തെ കയ്യിലേക്ക് ചേച്ചിയെ കടത്തുന്ന രീതി വന്നേ. ആ കുറച്ചുകൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറിന് സാമ്പാർ ഒഴിക്കുന്ന പരിപാടിയുണ്ട്. അത് അഭിനയാണ്, മുഖത്ത് വരണം. അഭിനയം മുഖത്ത് വരാത്ത ആൾക്കാരോട് പനിനീര് തെളിയാനേ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? തെളിക്കില്ല. ചുട്ടിൽ പഞ്ഞി കയറ്റിയ പോലെയാണ് ഇതും. ഇതിന്റെ മുഖത്തൊരു ഭാവം വരൂല. ഉള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, അത്രേ പറ്റുള്ളൂ. ഒരു മുത്തം കൊടുത്ത് നിർത്തിക്കോട്ടോ. ഒത്തിരി ഒരു നോട്ടം കൂടെ കൊടുത്തരും നല്ല രീതിയില്. കൊടുക്ക് ദാസേട്ടാ അങ്ങോട്ട്. അയാള് നല്ല അഭിനയം ഇങ്ങനെ കാഴ്ച വെച്ച് മുന്നോട്ട് വരുമ്പോൾ അങ്ങോട്ട് കൊളാക്കി. കൊടിക്ക് ചാഷേട്ട പറഞ്ഞ അയാൾ കൊടുക്കുമല്ലോ. ആകെ അറിയണത് കൊടുക്കാൻ മാത്രമാണ്. ഭാവം വാരി വിതറുന്ന പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതൊന്നും വരൂല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പറ്റെങ്കിൽ കൂടിയാൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കി കളി എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഹനാനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം. എല്ലാവരും മറന്നിരിക്കുന്ന സമയത്താണ് രേണുസുതി ആ ഒരു കാര്യം വീണ്ടും കുത്തിപ്പൊക്കിയത്. എന്താണ് കുത്തിപ്പൊക്കിയതെന്ന് നമുക്കൊന്ന് കേൾക്കാം.
പേര് പറയുന്ന ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് എന്താന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, കേൾക്കാം. കാരണം തന്നെ ഇവിടെ ആ സമയത്ത് പ്രഗ്നൻസി ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഇവൾക്ക് അത് വലിയ ഇഷ്യൂസ് ആവും. അപ്പൊ ഇവള് എന്ത് ചെയ്തു, ഇവള് കൊണ്ടുപോയിട്ട് ഈ ചേച്ചിനെയും വിളിച്ചു, ഞാൻ ഈ പറഞ്ഞ കൂട്ടുകാരിനെയും വിളിച്ച് അവള് പോയിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള NS എന്നൊരു ആശുപത്രി ഇല്ലേ, NSO അങ്ങനെ എന്തൊരു ആശുപത്രി, അവിടെ പോയിട്ട് ഇവള് ഇതിന് ഗർഭം അലസിപ്പിക്കാനുള്ള മരുന്ന് മേടിച്ച് കഴിച്ചു. അപ്പൊ ഇവിടെ എല്ലാ ഡോക്യുമെന്റ്സ് അങ്ങനെയാണല്ലോ. അപ്പൊ ഇവളത് ചോദിച്ചു, ഇതിപ്പോ എല്ലാവരും അറിയത്തില്ലേ ഇങ്ങനെ കൊണ്ടുപോയി അലസിപ്പിച്ചാന്നുള്ള രീതിയിൽ ഇവര് ചോദിച്ചു. അപ്പൊ ഇവര് ചോദിച്ച സമയത്ത് പറഞ്ഞു, ഈ പറയുന്ന ആശുപത്രിയിൽ രേണുക എന്നല്ലല്ലോ അറിയപ്പെടുന്നത്, രേണുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളത്. അപ്പൊ സർട്ടിഫിക്കറ്റ് പ്രകാരം ഒരു പേപ്പർ എഴുതിയാൽ തന്നെ പെട്ടെന്ന് ഡോക്ടർ പേര് ചോദിച്ചാൽ തന്നെ രജിസ്റ്റർ. അങ്ങനെ ആളറിയാണ്ടിരിക്കാൻ വേണ്ടി ഷോളൊക്കെ ഇട്ട് പൊതച്ചിട്ടാണ് ഇവള് പോയത് ആശുപത്രിയിൽ. ഓഹോ 22കാരന്റെ കാര്യമൊക്കെ പറയണ്ടല്ലോ രേണസുന, അതെന്താ മനസ്സിലായില്ല, എനിക്കത് കിട്ടിയില്ല കേട്ടോ. ഇപ്പൊ ഹനാന് മറുപടി ആയിട്ട് രേണുസുതി ഒരു വീഡിയോ ഇട്ടിരുന്നേ, അതിന്റെ അടിയിൽ കണ്ട ഒരു ലിങ്ക് കയറിയപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ കിട്ടിയത്. ആ വീഡിയോയിലുള്ള ഓഡിയോ ആണ് നിങ്ങളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത്, ഹനാൻ പറയുന്ന ഈ ഒരു ഓഡിയോ. അതിൽ 22കാരന്റെ ഒരു കാര്യം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ രേണുസുതി എന്തൊക്കെ പറയുന്നുണ്ട്, ഇത്രമാത്രം അലിഗേഷൻ ഉണ്ടായിട്ടും, വലിയൊരു അലിഗേഷൻ ഉണ്ടായിട്ടും ഏതെങ്കിലും ഒരു ചെറിയ തെറി കമന്റ് നെറ്റിയിലൊട്ടിച്ച് ഇതോ ഇങ്ങനെ ഇട്ടു എന്ന് പറയുന്ന ആൾക്ക് മിണ്ടാനില്ല എന്നുള്ളതാ. ബാക്കി അങ്ങനെ പോയി വേറൊരാൾക്ക്, അതായത് നമുക്ക് എന്താ വെച്ചാൽ, അതായത് ഇത് നമ്മൾ ജീവിതം എൻജോയ് ചെയ്യുന്നത് വേറൊരാൾ കുഞ്ഞുണ്ടാവുന്ന ഒരു തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ ഒരു പാർട്ട്ണർ മരിച്ച് സ്വാഭാവികമായിട്ട് എനിക്ക് മരിച്ച ഉടനെ ഒരു മാസം കഴിയുമ്പോഴേക്കും വേറൊരാളായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് സാധിക്കില്ല. ഒരല്പം സ്നേഹവും മനസാക്ഷിയും അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു സ്നേഹം എന്ന് പറയുന്ന സ്നേഹാനുഗം ഈ പറയുന്നൊക്കെ ഇല്ലേ, എപ്പോഴും സൂചിച്ചേട്ടെന്ന് പറയുന്നില്ലേ, അതിന്റെ ഒരു അംശം, ഇപ്പൊ ആത്മാർത്ഥതയുടെ ഒരു അംശം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ മാസത്തിൽ തന്നെ പോയിട്ട് വേറൊരാൾക്ക് പ്രഗ്നന്റ് ആവും, വേറൊരാളുടെ കുട്ടിക്ക് പ്രഗ്നന്റ് ആവും. അതായത് ഇപ്പൊ ഒരു 6 മാസം കഴിഞ്ഞ് വേറെ ബന്ധത്തിലേക്ക് ആയിക്കോട്ടെ, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വേറൊരു ബന്ധത്തിലേക്ക് ആയിക്കോട്ടെ, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ഈ ഒരാൾ മരിച്ച് ആ കട്ടിലെടുക്കണ ആ ചെതയുടെ ചൂടെന്ന് അറിഞ്ഞേക്കാൻ മുന്നേ വേറൊരാൾക്ക് ഗർഭിണി ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ആത്മാർത്ഥത അവൾക്ക് ഉണ്ടായിരുന്നത്? അപ്പൊ എന്നിട്ട് പൊതുസമൂഹത്തിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥത ഇങ്ങോട്ട് വിളമ്പുക, കോരി ചൊരിയ, സൂചിച്ചേട്ടൻ ആത്മാർത്ഥത, ലവ്, അത് ഇത്. അപ്പൊ ഇവള് ആ മനുഷ്യനെ വിൽക്കുകയല്ലേ ചെയ്യണേ, ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇവള് സെല്ല് ചെയ്യല്ലേ ചെയ്യണം അങ്ങനെ ഒരാളെ. അതിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഇതിനുള്ള മറുപടി നമ്മളൊന്നും പറയണ്ടല്ലേ, പറഞ്ഞാൽ കുറച്ച് കൂടി പോകും. രണസുന തന്നെ പറയുന്നുണ്ട്, കേൾക്കാം. നിങ്ങൾ ഹോസ്പിറ്റലിൽ പറയുന്നു, അങ്ങനെ ചെയ്തെന്ന് പറയുന്നു. ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് പ്രതികരിക്കാതിരിക്കുമായിരുന്നു. കാരണം ഹനാൻ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. പുള്ളിക്കാരി എങ്ങനെയാണ് ഇങ്ങനെ തിരിഞ്ഞെന്നും എനിക്കറിയില്ല. ഞാനൊരു കുറ്റം പറഞ്ഞായിട്ട് എങ്ങും കാണുന്നില്ല. പിന്നെ അവരെന്താണ് തിരിഞ്ഞെന്ന് എനിക്കറിയില്ല. ഇപ്പം അവരെൻ്റെ കൂട്ടുകാരിയല്ല. കാരണം എന്നെപ്പറ്റി അനാവശ്യം പറഞ്ഞാൽ അവരെൻ്റെ കൂട്ടുകാരിയല്ല. സോ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നറിയാതെ വെറുതെ എന്നെ ഇട്ടി ക്രൂശിക്കുന്നവരോട് ഞാൻ പറയാം, എന്തായാലും ഞാൻ സ്വന്തമായിട്ട് ദിവ്യഗർഭം ഒന്നും ധരിക്കത്തില്ലല്ലോ. അപ്പം ഞാൻ ആ ഗർഭം ധരിച്ചു. സുധിച്ചേട്ടൻ വേറൊരു വോയിസ്, സുധിച്ചേട്ടനുള്ളപ്പോൾ ഞാൻ ആരാണ്ടര ഗർഭം ധരിച്ചത്. ഹനാന്റെ വോയിസിനോട് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ല, ഇരിക്കുമായിരുന്നു. പക്ഷെ ഹനാൻ തന്നെ കൊണ്ടുവരട്ടെ ആ ഉത്തരവാദിയെ. ഒരു 22 വയസ്സുള്ള ചെറുക്കനെന്ന് പറഞ്ഞില്ലേ, ആ ചെറുക്കനെ കൊണ്ടുവരട്ടെ എന്നേ. ഒരു കാര്യം ചോദിച്ചോട്ടെ എന്റെ പൊന്ന രണസുന, ഇത്ര കാലത്തിന് ശേഷം നിങ്ങൾ ഇതിപ്പോ കുത്തിപ്പൊക്കി? ബിഗ് ബോസ് നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം വരുന്നത്. നിങ്ങൾ പുറത്തെത്തിയ സമയത്തും കുറെ ആളുകൾ അതിന് മറുപടി ചോദിച്ചു, മറുപടി കൊടുത്തില്ല. ഇപ്പൊ റീച്ച് ഇല്ലാതെ, റീച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോക്കും 1 ലക്ഷത്തിന് മുകളിൽ വ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ 5000-6000 ചുരുങ്ങുന്ന സമയത്ത് ഇത് കുത്തിപ്പൊക്കി എന്തിനാ? വീണ്ടും നെഗറ്റീവ് ഭയങ്കര ഇമ്പാക്ട് ആവുമല്ലോ, അതിനുവേണ്ടി തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഹനാനോട് മറുപടി കൊടുക്കാനില്ലെങ്കിൽ പറയാതിരിക്കുകയല്ലോ, ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യാതിരിക്കുക നല്ലത്. അല്ലെങ്കിൽ ഹനാനെ വിളിച്ച് സംസാരിക്കണം. ഇതൊന്നും ചെയ്യാതെ, അല്ലെങ്കിൽ ഹനാനെതിരെ കേസെങ്കിലും കൊടുക്കണം. അതൊന്നും ചെയ്തില്ല. നേരെ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്താ? ഇവിടെ ആളുകൾ എന്താ പൊട്ടന്മാരാണെന്നാ കരുതുന്നേ? വല്ലാത്തൊരവസ്ഥയായിട്ടാ. ഞാൻ കൂടുതൽ അതിനെ വർണ്ണിക്കുന്നില്ല. നമുക്ക് രണസുനയുടെ മറ്റൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് കേൾക്കണം. നിങ്ങളൊന്ന് ആലോചിക്കേ, ഈ സാധാരണ ഒരുപാട് പേരെ ഞാൻ കാണും, സാധാരണ വീട്ടമ്മമാർ, ഇവരൊക്കെ പറയുന്ന ഒരു ദിവസമെങ്കിലും രേണുവിന്റെ പേര് ഞങ്ങളുടെ വീട്ടിൽ പറയും. അത് തെറി വിളിക്കാനായിരിക്കും. കാരണം സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. ഈ പരിതാപകരമായിട്ടുള്ള റീൽസ് കണ്ട ആളുകൾ മടുത്തിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, തെറി വിളിക്കുന്ന കഥയും പറഞ്ഞിട്ടുണ്ടാവുക. ഒരു ദിവസമെങ്കിലും ഒരു സെലിബ്രേറ്റ് എന്നോട് പറഞ്ഞു, ഞങ്ങൾ എല്ലാ ദിവസവും മിക്ക ദിവസവും രേണുവിന്റെ പേര് ഞങ്ങൾ ചർച്ച ചെയ്യാത്ത ദിവസങ്ങളില്ല. എന്തിന് ഒരു ഫോൺ തുറന്നാൽ രേണുസുതി ഉണ്ട് അതിനകത്ത്. ആണോ അല്ലയോ? നിങ്ങളൊക്കെ കാണുന്നതല്ലേ. ഞാൻ പറഞ്ഞിട്ടാണോ അങ്ങനെ വരുന്നത്? നിങ്ങൾ പറഞ്ഞിട്ടല്ല വരുന്നത്, ഞങ്ങളുടെ ഒരു നിവൃത്തികേട് കൊണ്ട് മാത്രം വരുന്നതാ. എങ്ങനെയൊക്കെ അത് ഓഫാക്കിയാലും വീണ്ടും വരും, എങ്ങനെയൊക്കെ സജഷൻ ഓഫാക്കിയാലും വീണ്ടും കുത്തിക്കേറി വരും. നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചാലും കുത്തി വരുന്നുണ്ട്. ഇങ്ങനെയുള്ള നെഗറ്റീവുകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പൊന്തി വരുള്ളൂ. നമ്മളൊന്നും പറഞ്ഞിട്ട് നിങ്ങളൊന്നും പറഞ്ഞിട്ടുമല്ല. നിങ്ങളുടെ ഈ പ്രഹസനം ഉണ്ടല്ലോ, ഈ പ്രഹസനം അത് സോഷ്യൽ മീഡിയ അൽഗോരിതത്തിന് ഭയങ്കര ഇഷ്ടമാ തോന്നുന്നു. അതുകൊണ്ടാവും, വേറെ എന്ത് പറയാനാ. ഒരുപാട് ആളുകൾ എന്നെ കാണുമ്പോഴും പറയാറുണ്ട്, എടാ ഇതൊന്ന് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എന്ത് ചെയ്യാൻ? പഠിച്ച പണി 18 നോക്കിയാൽ തന്നെ വന്നുകൊണ്ടിരിക്കുക. എന്തായാലും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇത് പ്രൊമോട്ട് ചെയ്ത് നിയമപരമായിട്ട് തെറ്റായ കാര്യമാണ്. അവര് വിളിച്ച് ഇനി ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ് വീണ്ടും അത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്.
അത് ഇവിടെയുള്ള എമാമാരെ ഏതെങ്കിലും രീതിയിലൊന്ന് കാണണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇവരിങ്ങനെയുള്ള മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഇടുന്നത് അത് ശരിയല്ല, അത് ഊളത്തര, അത്രേ പറയുന്നുള്ളൂ. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.